തുടങ്ങി. ഹലോ ഗായ്സ്, ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ ആകാശ്. അപ്പൊ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖല്ലേ? എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ചെറിയൊരു ട്രാവലായിട്ടാണ്. എല്ലാവരും ട്രാവൽ എന്ന് പറയുന്നത് വലിയതൊന്നുമില്ല, കാര്യമായിട്ട് ഒന്നുമില്ല. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തായിട്ട് ഞങ്ങളെ ഒരു ഏരിയ ഉണ്ട്, പുഴയൊക്കെ ഉള്ള ഏരിയ, നല്ല രസമാണ് കാണാനൊക്കെ. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ. ഈ ഒരു ഏരിയ ഫുള്ളും എന്താ പറയുക, കാട് പോലെയായി. ഇതൊരു പുഴയുടെ ഒരു ഏരിയ ആണേ. ഇപ്പോൾ വീണേനെ ഫോട്ടോ എടുക്കണ്ടേ? നല്ലൊരു ഏരിയ അല്ലേ, ഒരു രക്ഷയില്ല. പുഴ വേണേൽ ഇങ്ങനെ കാണാം. പക്ഷെ നമുക്ക് ആ ഒരു ഏരിയ ഉണ്ട്, ആ ഏരിയയിലേക്കാണ് നമ്മൾ പോകാൻ ശ്രമിക്കുന്നത്. ഒരാൾ പോലും ഇല്ല. പക്ഷെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അവിടെ പോകാനാണ്. അതെ. അതേ പറഞ്ഞ ചെറിയൊരു ട്രാവലാണ്. അനുവിന് ശരിക്കും പേടിയാകുന്നുണ്ട്. അനുവിന് പാമ്പിനൊക്കെ പേടിയുണ്ട്. അപ്പോ ഇതിലാണോ നീ മീൻ കണ്ടേ? അല്ല, മീൻ അപ്പുറത്തുണ്ട്. പണ്ടത്തെ പരിപാടി കണ്ടപ്പോ ഒരാഗ്രഹം. എന്നിങ്ങനെ ഞങ്ങളാക്കൂലായിരുന്നോ? ചെയ്തോ. അടിപൊളി അടിപൊളി. ശരിയാണല്ലോ. എങ്ങനെയുണ്ട് അനു ഈ ഏരിയ? ഇവിടെ ഇപ്പൊ കഴിഞ്ഞ പ്രളയം, അതിന്റെ മുന്നത്തെ പ്രളയം, വെള്ളം കയറിയ സ്ഥലമാണ്. രണ്ട് പ്രാവശ്യം പ്രളയം ഉണ്ടായി. ഇങ്ങനെ ഞങ്ങള് എപ്പോഴും സ്ഥിരമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന സ്പോട്ടുണ്ട്. ആ സ്പോട്ടിലാണ് വന്നിരിക്കുന്നത്. ഏതായാലും പുറത്തിറങ്ങിയതാണല്ലോ, അപ്പൊ പിന്നെ ഇവിടെ ഒന്നും കൂടെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ച്. അതെ, അത് മാത്രമല്ല ഞങ്ങൾ എപ്പോഴും വൈകുന്നേരം അല്ലാനോ എല്ലാ ദിവസവും ഞങ്ങൾ വൈകുന്നേരം പുറത്തിറങ്ങും. മിക്ക ദിവസം വണ്ടിയിൽ ഇങ്ങനെ പോവാട്ടോ. ആ സമയത്തൊന്നും ഇവിടെ ഇറങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് നിന്നിട്ട് പോകും. നമ്മള് പ്രളയം വന്ന സമയത്ത് ഈ വെള്ളം മൊത്തം ചുവപ്പ് കളറായിരുന്നു. ഓർമ്മയില്ലേ? മലവെള്ളപ്പാച്ചില്ലേ, അങ്ങനെയൊക്കെ പറയും. ഫുള്ള് അലങ്കോലമായി. സാധനം വന്നൊരു കല്ലുമ്മക്കായി ചായ. ഞങ്ങളെപ്പോഴും ഇതേപോലെ ഒരു വൈകുന്നേരം വരുമ്പോൾ ഒരു കടുക്ക നിറച്ചത്, ഞങ്ങൾ പറയും കല്ലുമ്മക്കായി നിറച്ചത്. കല്ലുമ്മക്കായി കഴിച്ചതാണ് മതി. കല്ലുമ്മക്കായി നിറച്ചത് നല്ല അടിപൊളി ചായ. എന്നും കുടിക്കില്ല, ഒരു ദിവസം ഇടവിട്ടെങ്കിലും കുടിക്കും. ഞാൻ കുറച്ച് മുന്നേ ഒരു സ്റ്റാറ്റസ് ഇട്ടുണ്ടായിരുന്നു ഇവിടെ നിന്നിട്ടുള്ള ഞങ്ങളുടെ ഫോട്ടോ. അത് കണ്ടിട്ട് ഒരുപാട് ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടെയാ സ്ഥലം, എങ്ങനെയാ കാണാനൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ. ആ സ്പോട്ടാണിത്. നല്ല രസമുണ്ട്, നല്ല രസ സംഭവം കാണാനും. ബോട്ടിങ്ങിലാണ്, പെഡസ്റ്റൽ ബോട്ട് അല്ലേ? ഏകദേശം നടുവിലെത്തിയോ? നടുവോ? ഇത് നടുവൊന്നല്ല, അത് കണ്ടോ? അകലാപ്പുഴ. ഇതാണ് അകലാപ്പുഴ. അകലം കൂടുതലാട്ടോ ഇപ്പോഴേക്ക്, പക്ഷെ ആഴം കുറവാന്ന് തോന്നുന്നു. നീ ഒന്ന് തുള്ളി നോക്കണം. സംഭവം എനിക്ക് ഭയങ്കര പേടിയാ, വെള്ളം ഭയങ്കര പേടിയാ. കാരണം എന്താ വെച്ചാൽ നീന്താൻ അറിയില്ല. ചവിട്ടി ഒടുക്കത്തെ ചവിട്ടാണേ. ചവിട്ടി ക്ഷീണിച്ചു. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടായോ? ഞാൻ ചോദിക്കുന്ന ചോദ്യല്ലേ? നിങ്ങൾ ചോദിക്കുന്നില്ലല്ലോ. എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഞാനിവിടെ ആദ്യം കല്യാണം കഴിഞ്ഞ് വരുമ്പോ തന്നെ ഈ റൂട്ടിനാ വന്നത്. അന്ന് നോക്കി വെച്ചതാ, പക്ഷെ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു റൈഡോ കുറെ കാലത്തിന് ശേഷം ഒന്ന് ബൈക്ക് എടുത്ത് പുറത്തു പോയി. സംഭവം എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ ഈ വഴി പോകുന്നവരൊന്നും ഈ ഒരു ഏരിയ മിസ് ചെയ്യരുത്. ഞങ്ങളെ നാടാണേ. അതെ, ഞങ്ങളെ നാടാ. എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് വന്നിട്ട് ഒന്ന് ചില്ല് ചെയ്തിട്ട് പോവാം. ഇഷ്ടമുള്ള ആൾക്കാർ വരിക, ഒന്ന് ചില്ല് ചെയ്യാം. അതെ, തൊട്ടടുത്ത് നല്ല പുഴ മീനൊക്കെ കിട്ടും. അതെ, പുഴ മീനുണ്ട്, പുഴ മീൻ പിടിക്കുന്നുണ്ട്. നല്ല ഏരിയ, കാണാനും നല്ല സുഖ. ഇതും സംഭവം നല്ല സുഖ. ഏകദേശം നമ്മളെ വീടായിട്ട് ഒരു കിലോമീറ്റർ
1 കിലോമീറ്ററിന്റെ ഇപ്പുറമാണ്. അപ്പൊ നമ്മളെ വീട്ടിലേക്ക് വരുന്നവർക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പൊ നമ്മളെ വീഡിയോ ഈ തുരുത്തിന് പ്രത്യേകത ഉണ്ടല്ലോ, എന്താ പറയാ, തീവണ്ടി. യെസ്, തീവണ്ടിയിൽ ടൊവിനെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഒരു ചുറ്റുമുള്ള അത് ഈ ഒരു ഏരിയ കേട്ടോ. അനു എന്താ പൊന്നൂസിനെ കൂട്ടാതിരുന്നേ? ഞങ്ങൾ ചവിട്ടുന്നു, ബോട്ട് ഒരു ഭാഗത്ത് പോകുന്നു. ഞങ്ങള് തിരിച്ചു പോകാനുള്ള പരിപാടിയിലാട്ടോ. കാരണം എന്താ, നമ്മളതിന് തിരിച്ചു പോകുന്നു. അടിപൊളി മഴ വരുന്നുണ്ട്. അടിപൊളി മഴയല്ല, ഇടി വെട്ടുന്ന മഴ. അനുവിന് പേടി പോലോ. അപ്പോ എങ്ങനെയുണ്ടായിരുന്നു കാണാനൊക്കെ സൂപ്പറാണ്. അപ്പൊ അനു എന്താ പറയാനുള്ളത്? നമ്മൾ വിചാരിച്ച പോലെ ഒന്നും എടുക്കാനായില്ല. സംഭവം എന്താ വെച്ചാൽ മഴ പെയ്തു പോയി. ഇപ്പൊ നമ്മളെ കൊണ്ട് ഇത്രയും പറ്റൂ. സംഭവം എന്താ വെച്ചാൽ കോവിഡ് ആണ്, മോളെ റിസ്ക് ആയതുകൊണ്ട് നമ്മൾ ഫുഡൊക്കെ കൊടുത്ത് സെറ്റാക്കി വെച്ച് പോകുന്നതാ. എല്ലാവരോടും പറയാനുള്ളത് എന്താ അനു, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബും ചെയ്യാം. സബ്സ്ക്രൈബ് നിർബന്ധം. അല്ല, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കണ്ടോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം. തീർച്ചയായിട്ടും അവർ ചെയ്യും. പിന്നെ അതുകൂടാണ്ട് ബെല്ലൈക്കൺ ഒന്ന് ജസ്റ്റ് ഒന്ന് എനാബിൾ ചെയ്യണം. കാരണം ഞങ്ങളെ പുതിയ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അനു, അപ്പൊ നമുക്ക് ഇവിടെ നിർത്തിയാലോ? ഓക്കെ, ബൈ.